ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. നമ്മൾ സി എസ് ഇ ബിയുടെ ജൂനിയർ ക്ലർക്ക്, അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഏത് എക്സാം ആയാലും കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്നും ICA ടോപ്പിക്കിൽ നിന്ന്, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ ടോപ്പിക്കിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ICAയുടെ ഭാഗത്ത് നിന്ന് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ: ICA rope was inaugurated by the Prime Minister Jawaharlal Nehru in ഓപ്ഷൻ എ 14th November 1960, ഓപ്ഷൻ ബി 24th November 1960, ഓപ്ഷൻ സി 4th November 1960, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, 14th November 1960. 1960 നവംബർ 14 ICA റോപ്പ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഈ ICA റോപ്പ് എന്ന് പറയുന്നത് ICAയുടെ റീജിയണൽ ഓഫീസാണ്. ICAക്ക് 4 റീജിയണൽ ഓഫീസാണ് ഉള്ളത്. അതിലൊന്നാണ് ഈ ICA റോപ്പ് എന്ന് പറയുന്നത്. റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം, ICA റോപ്പ്. ഈ ICA റോപ്പ് വന്നിരിക്കുന്നത് 1960 നവംബർ 14 ICA റോപ്പ് വന്നത്. ഇത് കൂടാതെയുള്ള അവർക്ക് ഈ ICAക്കുള്ള റീജിയണൽ ഓഫീസസ് ആണ്: ഒരെണ്ണം യൂറോപ്യൻ ഓഫീസ്, പിന്നെ യൂറോപ്യൻ ഓഫീസ്, ആഫ്രിക്കൻ ഓഫീസ്, പിന്നെ അമേരിക്കൻ ഓഫീസ്. ഓക്കെ, ഇങ്ങനെ 5 റീജിയണൽ ഓഫീസാണ് ഉള്ളത്. റോപ്പും യൂറോപ്യൻ ഓഫീസ്, ആഫ്രിക്കൻ ഓഫീസ് ആൻഡ് അമേരിക്കൻ ഓഫീസ്. അമേരിക്കൻ ഓഫീസ് വന്നിരിക്കുന്നത് 1990 വന്നത് ഈ അമേരിക്കൻ ഓഫീസ്. ഓക്കെ, ഇതിൽ ICA റോപ്പ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂഡൽഹിയാണ് ICA റോപ്പിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതുപോലെ യൂറോപ്യൻ ഓഫീസ് എന്ന് പറയുന്നത് ബ്രസൽസിലാണ്. യൂറോപ്യൻ ഓഫീസ് ബ്രസൽസ്, ബെൽജിയത്തിലാണ്. ആഫ്രിക്കൻ ഓഫീസാണെങ്കിൽ നെയ്റോബി കൊളംബിയയിലാണ് ആഫ്രിക്കൻ ഓഫീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ അമേരിക്കൻ ഓഫീസാണെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് സാൻജോസിലാണ്, സാൻജോസ് കോസ്റ്ററിക്കയിലാണ് അമേരിക്കൻ ഓഫീസ് ഉള്ളത്. ഓക്കെ, അങ്ങനെ 4 റീജിയണൽ ഓഫീസസ് ആണ് ICAക്ക് ഉള്ളത്. ഇനി ICAയുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ബ്രസൽസിലാണ്. ഓക്കെ, ബ്രസൽസ് ബെൽജിയത്തിലാണ് ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ICA ആദ്യം വന്നത് 1895 ആ സമയത്ത് ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലണ്ടനിലായിരുന്നു. ഓക്കെ, വന്ന സമയത്ത് 1895 ഓഗസ്റ്റ് 19 ICA വന്നത്. അന്നേരം ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടനിലായിരുന്നു. പിന്നെ 1982 ആയപ്പോൾ 1982 ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ 2013 ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസിലേക്ക് മാറുന്നത്. ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 1895 ICA വന്നത്. ആ വന്ന സമയത്ത് ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടനിലായിരുന്നു. പിന്നെ 1982 ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ 2013 ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ്, ബെൽജിയത്തിലേക്ക് മാറ്റുന്നത് 2013. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഹു ഈസ് ദ ഫസ്റ്റ് നോൺ യൂറോപ്യൻ പ്രസിഡന്റ് ഓഫ് ICA? ഓപ്ഷൻ എ പോളിൻ ഗ്രീൻ, ഓപ്ഷൻ ബി റോബർട്ടോ റോഡ്രിഗോ, ഓപ്ഷൻ സി ഏൾ ഗ്രേ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ICAയുടെ ആദ്യത്തെ നോൺ യൂറോപ്യൻ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, റോബർട്ടോ റോഡ്രിഗോ ആണ് ആദ്യത്തെ നോൺ യൂറോപ്യൻ പ്രസിഡന്റ്. ഈ പോളിൻ ഗ്രീൻ, ഡാം പോളിൻ ഗ്രീൻ എന്നാണ് ഇത് പറയുന്നത്. ഡാം പോളിൻ ഗ്രീൻ എന്ന് പറയുന്നത് ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആയിരുന്നു. ICAയുടെ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആണ് ഈ ഡാം പോളിൻ ഗ്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, 2013 കാലഘട്ടത്തിലെല്ലാം ഈ ഡോം പോളിൻ ഗ്രീൻ ആയിരുന്നു ICAയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ആ ടൈമിലാണ് ICA കോ ഓപ്പ് എന്ന് പറയുന്ന ഒരു നെയിം, ഒരു ഗ്ലോബൽ മാർക്ക്, കോ ഓപ്പ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ മാർക്ക് ICA ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ 2013. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 2013 എങ്ങോട്ടേക്ക്, ബ്രസൽസിലേക്ക്
ഹെഡ് ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 2013 കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. 2013 ICAയുടെ പ്രസിഡന്റ് ഡോം പൊളിൻ ഗ്രീൻ ആയിരുന്നു. കോഓപ്പ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ മാർക്ക് 2013 ICA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ 2013 തന്നെയാണ് ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിൽ നിന്നും ബ്രസൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് ഐഡന്റിറ്റീസ് റിലേറ്റ് ടു. ഓപ്ഷൻ എ ICA, ഓപ്ഷൻ ബി NCY, ഓപ്ഷൻ സി SCU, ഓപ്ഷൻ ഡി CCU. കോപ്പറേറ്റീവ് ഐഡന്റിറ്റി റിലേറ്റ് ചെയ്തിരിക്കുന്നത് ICAയുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, കോപ്പറേറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഗേവ് ഷേപ്പ് ടു ICA? ഓപ്ഷൻ എ പാരീസ് കോൺഗ്രസ്, ഓപ്ഷൻ ബി റോച്ച്ഡെയിൽ കോൺഗ്രസ്, ഓപ്ഷൻ സി ലണ്ടൻ കോൺഗ്രസ്, ഓപ്ഷൻ ഡി മാഞ്ചസ്റ്റർ കോൺഗ്രസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ലണ്ടൻ കോൺഗ്രസ്. ലണ്ടൻ 1892 ലണ്ടൻ കോൺഗ്രസ്സിൽ, ലണ്ടനിൽ വെച്ച് നടന്ന ഒരു കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ICA എന്ന് പറയുന്ന ഒരു അപ്പെക്സ് ബോഡി വേണം എന്നുള്ള, ICAയ്ക്കൊരു ഷേപ്പ്, ഫൈനൽ ഷേപ്പ് കൊടുക്കണം, ICA എന്ന് പറയുന്ന ഒരു ഇത് വേണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് 1892 ലണ്ടൻ കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ്. അതനുസരിച്ച് 1895 ഓഗസ്റ്റ് 19 ICA വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ICA റിവൈസ്ഡ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർ ദ ഡാഷ് ഇൻ 1995. ഓപ്ഷൻ എ ഫസ്റ്റ് ടൈം, ഓപ്ഷൻ ബി സെക്കൻഡ് ടൈം, ഓപ്ഷൻ സി തേർഡ് ടൈം, ഓപ്ഷൻ ഡി ഫോർത്ത് ടൈം. ICA 1995 എന്താണ് നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അത് എത്രാമത്തെ പ്രാവശ്യമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിക്കുമ്പം 4 സ്റ്റേജസ് ആയിട്ടാണ് പഠിക്കുന്നത്. ഈ ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ റോച്ച്ഡെയിൽ പൈനിയേഴ്സ് മുതൽ ICA 1995 വരെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ എവല്യൂഷനാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ അതൊന്ന് കയറി കാണാം കേട്ടോ. അപ്പോൾ 4 സ്റ്റേജസിലൂടെയാണ് ഈ ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മുടെ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ അവരുണ്ടാക്കിയ പ്രിൻസിപ്പിൾസ് ആണ്. പിന്നെ ICA ഇത് റിവൈസ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 4 സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്നത് റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ സ്റ്റേജാണ്. സെക്കൻഡ് സ്റ്റേജാണ് 1937 ICA അഡോപ്റ്റ് ചെയ്തിരുന്നു. ICA ഈ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തത് 1937. പിന്നെ അത് വീണ്ടും അതിന് അതിൽ തിരുത്തലുകൾ വരുത്തിയത് 1966 പിന്നെ വന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ വന്നതാണ് 1995. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് അപ്പം 4 സ്റ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ സ്റ്റേജ്, പിന്നെ 1937, പിന്നെ 1966, പിന്നെ 1995. ഓക്കെ, അങ്ങനെ 4 സ്റ്റേജസ് ആണ് പറയുന്നത്. ഇത് ICA 1995 എത്രാമതായിരുന്നു റിവൈസ് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ICA ആകെ 3 പ്രാവശ്യമാണ് റിവൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ 3ാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നതാണ് 1995. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, തേർഡ് ടൈം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ICA അപ്പോയിന്റ് ദ കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? ഓപ്ഷൻ എ 1844, ഓപ്ഷൻ ബി 1934, ഓപ്ഷൻ സി 1937, ഓപ്ഷൻ ഡി 1964. കാർവേ കമ്മീഷനെ എന്നാണ് അപ്പോയിന്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ICA എന്നാണ് കാർവേ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത്? അപ്പം നമ്മളിത് ആദ്യം റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ ആയിരുന്നു. അത് ആദ്യം 1937 ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ആയിട്ട് ICA അതെടുത്തു. അതിൻ്റെ കമ്മിറ്റീനെ ICA അപ്പോയിന്റ് ചെയ്തത് 1934 അവർ ICAയുടെ പ്രിൻസിപ്പിൾസ് അതുപോലെ തന്നെയാണ് അഡോപ്റ്റ് ചെയ്ത് എടുത്തിരുന്നത്. പിന്നെ അടുത്തതായിട്ട് ഉള്ള കമ്മിറ്റി എന്ന് പറയുന്നതാണ് കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത്. അവർ 1966 കാർവേ കമ്മിറ്റിയുടെ ആ ഒരു പ്രിൻസിപ്പിൾസ് ICA അക്സെപ്റ്റ് ചെയ്തത്. അതിനുള്ള കമ്മിറ്റീനെ അവർ നിയമിച്ചത് 1964. ഓക്കെ, അപ്പോൾ 1964 ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാർവേ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തത് 1964. 1966 ICA കാർവേ കമ്മിറ്റിയുടെ പ്രിൻസിപ്പിൾസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു പ്രാവശ്യം കൂടി ഉണ്ടായിരുന്നു. അതാണ് 1995 എന്ന് പറയുന്നത്.
അതിന് ഇവാൻ മാക്ഫേഴ്സിനെ ആയിരുന്നു അപ്പോയിന്റ് ചെയ്തത്. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തത് എന്നാണ് 1992 ഇവാൻ മാക്ഫേഴ്സിനെ അപ്പോയിന്റ് ചെയ്തത്. 1994 അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൻ്റെ അനുസരിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾ 1995 ICA അത് അക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ്സ് അഡോപ്റ്റഡ് ബൈ ICA നീഡഡ് ഫോർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഇൻക്ലൂഡ് ഓപ്ഷൻ എ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഓപ്ഷൻ ബി ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, ഓപ്ഷൻ സി കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, ഓപ്ഷൻ ഡി മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇത് കൊണ്ടുവന്നത് ഇവാൻ മാക്ഫേഴ്സൺ ആണ് കൊണ്ടുവന്നത്. 1995 ഇവാൻ മാക്ഫേഴ്സൺ കൊണ്ടുവന്ന 7 പ്രിൻസിപ്പിളിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നതാണ് ഈ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. 7th പ്രിൻസിപ്പിളായിട്ട് വന്നതാണത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ റീജിയണൽ ഓഫീസ് ഓഫ് ICA? ഫസ്റ്റ് റീജിയണൽ ഓഫീസ് ഓഫ് ICA. ഓപ്ഷൻ എ റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക്, ഓപ്ഷൻ ബി റീജിയണൽ ഓഫീസ് ഫോർ ആഫ്രിക്ക, ഓപ്ഷൻ സി റീജിയണൽ ഓഫീസ് ഫോർ അമേരിക്ക, ഓപ്ഷൻ ഡി റീജിയണൽ ഓഫീസ് ഫോർ യൂറോപ്പ്. ആൻസർ ഓപ്ഷൻ എ ആണ്, റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ദ ഗ്ലോബൽ മാർക്ക് ഫോർ കോപ്പറേറ്റീവ്സ് ബൈ ICA co-op വാസ് ഇൻട്രൊഡ്യൂസ്ഡ്? ഓപ്ഷൻ എ 2012, ഓപ്ഷൻ ബി 2009, ഓപ്ഷൻ സി 2013, ഓപ്ഷൻ ഡി 1995. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ് ICA എന്നാണ് co-op എന്ന് പറയുന്ന ആ ഗ്ലോബൽ മാർക്ക് കൊണ്ടുവന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 2013 കൊണ്ടുവന്നത്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ആ സമയത്ത് പ്രസിഡന്റ് ഡാംപോളിൻ ഗ്രീൻ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജനീവയിൽ നിന്നും ബ്രസൽസിലേക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്തതും എന്നാണ് 2013 തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ദ ICA ഒഫീഷ്യൽ ഫ്ലാഗ് വാസ് ചേഞ്ച്ഡ് ഫ്രം എ റെയിൻബോ ഫ്ലാഗ് ടു റെയിൻബോ ലോഗോ ഫ്ലാഗ് ഓൺ എ വൈറ്റ് ഫീൽഡ്? ഓപ്ഷൻ എ 1925, ഓപ്ഷൻ ബി 2010, ഓപ്ഷൻ സി 2001, ഓപ്ഷൻ ഡി 2005. ICAയുടെ ഫ്ലാഗ് റെയിൻബോ ഫ്ലാഗ് എന്നുള്ളത് മാറിയിട്ട് റെയിൻബോ ലോഗോ വന്നത് ഒരു വൈറ്റ് ഫീൽഡിൽ റെയിൻബോ ലോഗോ ആയിട്ട് മാറിയിട്ടുണ്ട് ഈ റെയിൻബോ ഫ്ലാഗ് എന്നുള്ളത്. അതെന്നായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 2001 അങ്ങനെ ഒരു മാറ്റം വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് ഗവർണൻസ് എമിനേറ്റ്സ് ഫ്രം ദ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ? ഓപ്ഷൻ എ AIRCS, ഓപ്ഷൻ ബി യൂണികോപ്പ്, ഓപ്ഷൻ സി ICA, ഓപ്ഷൻ ഡി ICM. എന്ന് പറഞ്ഞാൽ ഈ കോപ്പറേറ്റീവ് ഗവർണൻസ് നടത്തുന്നത് ആര് സ്ഥാപിച്ച ഗൈഡിംഗ് പ്രിൻസിപ്പിൾസിലൂടെ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോപ്പറേറ്റീവ് ഗവർണൻസ് എല്ലാം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ആരാണ് കൊണ്ടുവന്നത്? ICA ആണ്. ആൻസർ ഓപ്ഷൻ സി ICA. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇയർ? ഓപ്ഷൻ എ 1795, ഓപ്ഷൻ ബി 1895, ഓപ്ഷൻ സി 1896, ഓപ്ഷൻ ഡി 1900. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ICA എന്നാണ് വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1895 വന്നിരിക്കുന്നത്. 1895 ഓഗസ്റ്റ് 19 ICA വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഇൻ ഡാഷ് appointed a subcommittee for the second reformulation of cooperative principles? Option A 1935, option B 1944, option C 1954, option D 1964. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് സെക്കൻഡ് റീഫോർമുലേഷന് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൻ്റെ സെക്കൻഡ് റീഫോർമുലേഷന് വേണ്ടി സബ് കമ്മിറ്റിയെ എന്നാണ് അപ്പോയിൻറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിളായിരുന്നു. അത് ആദ്യം ICA അഡോപ്റ്റ് ചെയ്തത് 1937 നമ്മൾ പറഞ്ഞു. 37 അതിനെയാണ് നമ്മൾ ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിനുള്ള കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത് 1934. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് സെക്കൻഡ് റീഫോർമുലേഷൻ്റെ കാര്യമാണ്. അത് സെക്കൻഡ് റീഫോർമുലേഷൻ വന്നതെന്ന 1966 വന്നത്. അതിലുള്ള കമ്മിറ്റീനെ നിയോഗിച്ചത് 1964. കാർവേ കമ്മിറ്റീനെയാണെന്ന് നിയോഗിച്ചിരിക്കുന്നത്.
കാർവേ കമ്മിറ്റി. ഓക്കെ, അപ്പം ഫസ്റ്റ് റീഫോർമുലേഷൻ 1937 സെക്കൻഡ് റീഫോർമുലേഷൻ 1966 കമ്മിറ്റീനെ നിയോഗിച്ചത് 1964 നമ്മുടെ അത് ചോദിച്ചിരിക്കുന്നത് എന്നാണ് സബ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1964. DG കാർവേയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ആയിരുന്നു. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ അന്നേരമാണ് വന്നത്. ഈ പ്രിൻസിപ്പിൾസിനെ എല്ലാം കാർവേസ് പ്രിൻസിപ്പിൾസ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ICA? ഓപ്ഷൻ എ ജനറൽ കൗൺസിൽ, ഓപ്ഷൻ ബി ജനറൽ അസംബ്ലി, ഓപ്ഷൻ സി റീജിയണൽ അസംബ്ലീസ്, ഓപ്ഷൻ ഡി സെക്ടറൽ ഓർഗനൈസേഷൻ. ഇതിൽ ICAയുടെ ഹയസ്റ്റ് അതോറിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജനറൽ അസംബ്ലി. ജനറൽ അസംബ്ലി ആണ് ICAയുടെ ഹയസ്റ്റ് അതോറിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ICA സെക്കൻഡ് സ്റ്റേജസിൻ്റെ കാര്യമാണ്. ഇൻക്ലൂഡഡ് ദ ഫോളോയിങ്: ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഓപ്ഷൻ എ 1, 2, 3, 4, ഓപ്ഷൻ ബി 1 and 2 ഓൺലി, ഓപ്ഷൻ സി 1, 2, 3 ഓൺലി, ഓപ്ഷൻ ഡി 3 and 2 ഓൺലി. സെക്കൻഡ് സ്റ്റേജ് ICAയുടെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് ICA സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 1937 എവല്യൂഷൻ ഓഫ് എവല്യൂഷൻ ഓഫ് പ്രിൻസിപ്പിൾസിൻ്റെ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 1937 സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിളിൽ ഇൻക്ലൂഡഡ് ആയതാണ് ചോദിച്ചിരിക്കുന്നത്. എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഇൻക്ലൂഡ്, അതായത് ICAയുടെ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ ICA ഏറ്റെടുത്തപ്പോൾ അതിൽ പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു, എസെൻഷ്യൽ പ്രിൻസിപ്പിൾസും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസും. ഓക്കെ, അപ്പോൾ അതിലുണ്ടായിരുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് 1937 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേയ്മെൻറ്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ് എന്നുള്ളതായിരുന്നു. ഓക്കെ, ഇതിൽ ആദ്യത്തെ 4 ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേയ്മെൻറ്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്, ഈ 4 നമ്മൾ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ബാക്കി 3 ക്യാഷ് ട്രേഡിങ്ങും പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഇതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഇൻക്ലൂഡഡ് ആയത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ മെമ്പർഷിപ്പ് എസെൻഷ്യലാണ്, ഡെമോക്രാറ്റിക് കൺട്രോൾ എസെൻഷ്യലാണ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എസെൻഷ്യലാണ്, ആൻഡ് ഈ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ അല്ല. ഓക്കെ, അതൊരു നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളിൽ വരുന്നതാണ് ഈ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2 and 3. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷനും ക്യാഷ് ട്രേഡിങ്ങും പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രലിറ്റി അതെല്ലാം എന്താണ്, നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളാണ്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതിൽ ഡൗട്ടുള്ളവർ അതൊന്ന് കയറി കാണണേ. അടുത്ത ക്വസ്റ്റ്യൻ, നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് ICA സെക്കൻഡ് സ്റ്റേജ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫോളോയിങ്: റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രലിറ്റി, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്, ക്യാഷ് ട്രേഡിംഗ്, പാട്രണേജ് ഡിവിഡൻഡ്. ഓപ്ഷൻ എ 2 and 3 ഓൺലി, ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സി 2 and 4 ഓൺലി, ഓപ്ഷൻ ഡി 2, 3 and 4 ഓൺലി. ഇതും സെക്കൻഡ് സ്റ്റേജിനെ പറ്റി തന്നെയാണ്. നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രലിറ്റി എന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ ആണ്. സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ് നോൺ എസെൻഷ്യൽ ആണ്. ക്യാഷ് ട്രേഡിംഗ് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ആണ്. പാട്രണേജ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ് കേട്ടോ, അത് ഇതിൽ വരില്ല. ഓക്കെ, പാട്രണേജ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1, 2 and 3 ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2 and 3. ഇത് 3 ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ 3 ആണ് എന്ത്, നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ. നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ആണ് ആദ്യത്തെ 3. അപ്പോൾ 1, 2 and 3 ആണ് ഇതിൻ്റെ ആൻസർ.
ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ പറഞ്ഞ ഈ 2 ക്വസ്റ്റ്യനും. ഇത് രണ്ടും നമ്മുടെ കോപ്പറേറ്റീവ്സിൻ്റെ. ഇനി നമുക്കറിയാമല്ലോ, നമുക്ക് എക്സാമിന് വരുന്നത് 100 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് 100 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കോപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണല്ലോ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ പ്രതീക്ഷിക്കാം. ഇതപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവിൻ്റെ ഇതിൽ നിന്ന് തന്നെ PSCക്ക് ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. ഈ 2 എണ്ണം PSCക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. നമുക്കിപ്പോൾ എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൻ്റെ കാര്യം പ്രത്യേകിച്ചൊന്നും CSEB എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളത് പ്രതീക്ഷിച്ച് തന്നെ പോവുക. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ടാണ്. ആ ഒരു കാര്യം ഓർത്ത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. The principles of ICA 1995 include the following: member economic participation, autonomy and independence, education, training and information, cooperation among cooperatives. Option A 1, 2, 3 and 4. Option B 1 and 2 only. Option C 1, 2 and 3. Option D 1, 3 only. ഇതിൽ 1995 പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം 1995 പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 and 4 എല്ലാം വരും. ലാസ്റ്റ് പ്രിൻസിപ്പിളാണ് 1995 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഡെമോക്രാറ്റിക് കൺട്രോൾ, അതൊക്കെ ഇല്ലേ അത്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, അങ്ങനെ 7 പ്രിൻസിപ്പിൾസ് വരുന്നതാണ് ഈ 1995 പ്രിൻസിപ്പിൾ. ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണത്. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ICA ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ റിവ്യൂഡ്, ICA കൺഫേം ഇറ്റ്സ് പൊളിറ്റിക്കൽ ന്യൂട്രലിറ്റി, ICA moves to Geneva, UN grants consultative status to ICA. ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആദ്യമായിട്ട് റിവ്യൂ ചെയ്ത് തന്ന 1937 നമ്മൾ ആദ്യമായിട്ട് അത് റിവ്യൂ ചെയ്ത് പ്രിൻസിപ്പിൾസ് വന്നത്, റോച്ച്ഡേൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസ്. പിന്നെ ICA കൺഫേംസ് ഇറ്റ് പൊളിറ്റിക്കൽ ന്യൂട്രലിറ്റി. ICA എന്നാണ് പൊളിറ്റിക്കൽ ന്യൂട്രലിറ്റി കൺഫേം ചെയ്തതെന്നാണ്. അത് 1896 ഓക്കെ. പിന്നെ ICA മൂവ്സ് ടു ജനീവ, ജനീവയിലേക്ക് എന്നാണ് ഷിഫ്റ്റ് ചെയ്തതെന്ന്. അതെന്നാണ് 1982 നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ആദ്യം ലണ്ടനിലായിരുന്നു. ലണ്ടനിൽ നിന്ന് ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് 1982. UN ഗ്രാൻഡ് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ടു ICA. കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് എന്നാണ് കൊടുത്തതെന്ന്. അതെന്നാണ് 1946 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ പറയുമ്പോൾ ആദ്യം എന്താണ്, പൊളിറ്റിക്കൽ ന്യൂട്രലിറ്റി 1896 അല്ലേ. പൊളിറ്റിക്കൽ ന്യൂട്രലിറ്റി 1896 വരുന്നു. പിന്നെ പ്രിൻസിപ്പിൾ റിവ്യൂ ചെയ്യുന്നു 1937. പിന്നെ അതിനുശേഷം കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ICAക്ക് UN കൊടുക്കുന്നു 1946. പിന്നെ 1982 ജനീവയിൽ ജനീവയിലേക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് മൂവ് ചെയ്യുന്നു. ICA ജനീവയിലേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഏത് വരും? ആദ്യം ഒന്നാമത് വരുന്നത് B ആണ്. പിന്നെ രണ്ടാമത് വരുന്നത് A ആണ്. മൂന്നാമത് വരുന്നത് D ആണ്. നാലാമത് വരുന്നത് C ആണ്. BADC എന്ന് പറഞ്ഞാണ് വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ A ആണ്. BADC എന്ന് പറയുന്ന ഓർഡറിലാണ് ഇത് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ വെർ അഡോപ്റ്റഡ് ബൈ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA? ഓപ്ഷൻ എ 1934, ഓപ്ഷൻ ബി 1964, ഓപ്ഷൻ സി 1966, ഓപ്ഷൻ ഡി 1986. റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? 1937. ഫസ്റ്റ് റീഫോർമുലേറ്റ് ചെയ്തത് 1937 റോച്ച്ഡേൽ പൈനിയേഴ്സിൻ്റെ. അപ്പോൾ അതെന്നാണ്? 1937 അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ അപ്പെക്സ് ബോഡി ഓഫ് ICA ഈസ്? ഓപ്ഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഓപ്ഷൻ ബി ഡയറക്ടർ, ഓപ്ഷൻ സി ജനറൽ അസംബ്ലി, ഓപ്ഷൻ ഡി ജനറൽ സെക്രട്ടറി. നമുക്ക് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ജനറൽ അസംബ്ലിയാണ് ICAയുടെ. ആൻസർ ഓപ്ഷൻ സി ജനറൽ അസംബ്ലി.
And there are dash principles of cooperative revised by ICA in 1995. Option A 9, option B 4, option C 7, option D 8. 1995 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 7 എണ്ണം. ലാസ്റ്റ് നമ്മുടെ ICAയുടെ പ്രിൻസിപ്പിൾസ് എത്ര ഉണ്ടോ? 7 എണ്ണം ഉണ്ടായി. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, പിന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അങ്ങനെ 7 എണ്ണമാണ്, 7 പ്രിൻസിപ്പിൾസ് ആണ് 1995 വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളൊരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ICAയുടെ പബ്ലിക്കേഷനാണ്. ICAയുടെ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്രേഡ് ഡയറക്ടറി എന്നുള്ളതും പിന്നെ ICA ബുള്ളറ്റിൻ ഇത് രണ്ടെണ്ണം ICAയുടെ പബ്ലിക്കേഷനാണ്. ഓക്കെ, അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ICA എന്നുള്ള 20 ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ എവല്യൂഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്